Hi dears, welcome to EduYours BA classes and Radhika. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ ക്ലാസ്സിന്റെ ഒരു തുടർച്ചയായിട്ടാണ് പറയുന്നത്. ദാറ്റ് ഈസ് നോളജ് ആൻഡ് കരിക്കുലം എന്നുള്ള പേപ്പറിലുള്ള കരിക്കുലം എന്ന യൂണിറ്റിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്. അതിലെ ബാക്കി ഭാഗമാണ് എന്ന് പറയാൻ പോകുന്നത്. യെസ്റ്റർഡേ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഡെഫിനിഷൻസ് ഓഫ് കരിക്കുലം, വാട്ട് ഇസ് മെന്റ് ബൈ കരിക്കുലം ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം. ഇന്ന് നമ്മൾ അതിനെ കുറച്ചും കൂടെ കൂടുതലായിട്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. Types of curriculum. There are different ways to plan a curriculum. പലതരത്തിലുള്ള കരിക്കുലം ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് കരിക്കുലം പ്ലാൻ ചെയ്യുന്നത്? അതിന് പലതരത്തിലുള്ള വഴികളുണ്ട്, മാർഗങ്ങളുണ്ട്. Some focused on subjects and knowledge. ചിലത് വെറും സബ്ജക്ട് ഫോക്കസ്ഡ് കരിക്കുലം ആയിരിക്കും, അല്ലെ? നോളജ് സ്പ്രെഡ് ചെയ്യാനായിട്ട് മാത്രമുള്ള കരിക്കുലംസ് ഉണ്ടാവാറുണ്ട്. Some focus on students and their interests. ചിലത് സ്റ്റുഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കരിക്കുലം ഉണ്ട്. സം ഫോക്കസ് ഓൺ റിയൽ ലൈഫ് പ്രോബ്ലംസ് ആൻഡ് ആക്ടിവിറ്റീസ്. ചിലത് റിയൽ ലൈഫിലുള്ള പ്രോബ്ലംസ്, അല്ലെ, അത് നേരിടുന്നത് എങ്ങനെ, അതിനെ പറ്റി പഠിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ്, അല്ലെ, ഈ കാര്യങ്ങളെല്ലാം കരിക്കുലത്തിന്റെ ഒരു പാർട്ടാണ്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ്. നമുക്കറിയാം സബ്ജക്ട് ബേസ്ഡ് കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ, അല്ലെ? സ്റ്റുഡന്റ് ബേസ്ഡ് കരിക്കുലം ആണെങ്കിൽ അതിനും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. സോ ഈച്ച് ഓഫ് ദീസ് കരിക്കുലംസ്, ഈച്ച് ഓഫ് ദീസ് ടൈപ്സ് ഓഫ് കരിക്കുലം ഹാസ് their own strength and weaknesses. Subject centered curriculum. In the first one, what is meant by subject centered curriculum? Focus is on subjects like math, science, etc. As the name suggests, it is mainly focused on the subject. Like maths curriculum, maths എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? 8ാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിലെ മാത്സ് എങ്ങനെ പഠിപ്പിക്കണം? What are the activities should be conducted? Okay, all these things are discussed in this type of curriculum. അപ്പം സബ്ജക്ട് ഓറിയന്റഡ് ആണ് സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം. Subjects are seen as ways to pass on culture. നമുക്കറിയാം, അതായത് കൾച്ചർ പാസ് ചെയ്യാനായിട്ട് നമ്മൾ മാത്സ് എന്നൊക്കെ പറഞ്ഞ് സയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ കൾച്ചർ. കുറെ കാര്യങ്ങൾ പുറത്തുനിന്നുണ്ടെങ്കിലും എന്താണ്, ചില സബ്ജക്റ്റുകൾ മെയിൻലി ദേ ആർ ഫോക്കസിങ് അപ്പോൺ അവർ കൾച്ചർ, എസ്പെഷ്യലി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ സബ്ജക്ട്സ്. നോളജ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ക്ലിയർ ടോപ്പിക്സ്, അല്ലെ? അപ്പൊ ഇവിടെ സബ്ജക്ട് കരിക്കുലത്തില് ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ സാധാരണ പഠിക്കുന്ന കരിക്കുലമൊക്കെ സബ്ജക്ട് ബേസ്ഡ് കരിക്കുലമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ടീച്ചിങ് ഈസ് യൂഷ്വലി ഡൺ ബൈ ലെക്ചേഴ്സ്, അല്ലെ? അപ്പൊ അവിടെ ലെക്ചറിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ബിക്കോസ് സബ്ജക്ട് or knowledge is disseminating, that is the main aim of this type of curriculum. So for that purpose lecturing is promoted. Lecturing ആണ് അവിടെ കാര്യമായിട്ട് ക്ലാസ്സിൽ നടക്കുന്നത്. Students are expected to remember facts. അപ്പൊ അവിടെ പണ്ടത്തെ ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. That is, they should have to remember or by heart the facts, or which whatever knowledge has been disseminated in the classroom should be stored in the mind or brain of the students. Then assumptions of subject centered curriculum. അതിന്റെ എന്തൊക്കെയാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ അസംഷൻസ്, ഈ കരിക്കുലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? Children think like adults, but at a lower level. Okay, അഡൾട്ടിനെ പോലെ ചിന്തിക്കണം കുട്ടികൾ, അല്ലെ? അവർ കുറച്ച് മെച്യൂർഡ് ആവണം. ലോവർ ലെവൽ എഡ്യൂക്കേഷൻ മുതൽ തന്നെ അങ്ങനെയാണ്. പക്ഷെ വല്ലാതെ ഡെവലപ്ഡ് ആയിട്ടുള്ള അഡൾട്ടിന്റെ പോലെയല്ല, ഒരു മിനിയേച്ചർ അഡൾട്ട്സിനെ പോലെ അവർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ തിങ്ക് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മൾ പണ്ടത്തെ രീതിയിൽ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ DPP ഒക്കെ വരുന്നതിന്റെ മുമ്പ് അപ്പൊ അറിയാം, അതായത് നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിരുന്നത്. വിത്തൗട്ട് എനി ആക്ടിവിറ്റി ടീച്ചർ പഠിപ്പിക്കാൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, such kind of curriculum is known as subject centered curriculum. So here the students are expected to think like adults. Subjects help manage growing knowledge. അപ്പോൾ ഈ ഫാക്ടുകളൊക്കെ കുറെ പഠിക്കുമ്പോൾ ഇറ്റ് വിൽ ഇൻക്രീസ് അവർ നോളജ് ലെവൽ. സ്കൂൾസ് പാസ് ഓൺ കൾച്ചർ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലേക്ക് കൾച്ചർ ട്രാൻസ്മിഷനും കൂടെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. കൾച്ചർ ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു സ്കൂൾ സബ്ജക്ട്സ്. ഈ കൾച്ചർ ഇസ് എ പാർട്ട് ഓഫ് ദ സ്കൂൾ സബ്ജക്ട്സ്. നമ്മൾ പറഞ്ഞു ലാംഗ്വേജ് ലിറ്ററേച്ചറിലൊക്കെ കൾച്ചറൽ എലമെന്റ്സ് വിൽ ബി ഓൾസോ ബി ദയർ.
Subjects can be taught from easy to hard. Okay. അപ്പോൾ ചെറിയ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ ഭയങ്കര ഈസി ആയിരിക്കും, അവസാനം എത്തുമ്പോഴേക്കും എന്താണ് ഹാർഡ് ടോപ്പിക്സ് വിൽ ബി ദയർ. ഈസി ടു ഹാർഡ് ടീച്ചിങ് മെത്തേഡ് ഈസ് ഫോളോയിങ് ദയർ. ദെൻ helps the students face real life problems. അപ്പൊ ഇവിടെ റിയൽ ലൈഫ് പ്രോബ്ലംസ് അവർക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവുന്നു. അതായത് ടീച്ചർ എന്ത് ചെയ്യും, ടീച്ചർ ലെക്ചർ ചെയ്യും, നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചോ വേണ്ടെങ്കിൽ പഠിച്ചോ. സോ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യും, ദേ വിൽ സ്റ്റഡി വെരി വെൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഒരു റിയൽ ലൈഫിലും സംഭവിക്കുന്നത്. സോ റിയൽ ലൈഫ് പ്രോബ്ലംസിൽ അവർ അത് സോൾവ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. ടീച്ചേഴ്സ് ലീഡ് ദ ക്ലാസ് റൂം ലേണിംഗ്. ഇറ്റ്സ് എ ലോങ് സ്റ്റാൻഡിങ് വേ ഓഫ് ടീച്ചിങ് അല്ലെ. അതായത് ക്ലാസ് എടുത്തോണ്ടിരിക്കുക എന്നുള്ളതാണ്. ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം. ഇറ്റ് ഫീൽസ് സേഫ് ഫോർ ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് അല്ലെ. നന്നായി പഠിപ്പിക്കുന്നു, പണ്ടത്തെയൊക്കെ ഒരു ചിന്തയാണ്, നന്നായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് ആർ ഹാപ്പി അബൌട്ട് ദിസ്. ഇറ്റ് ഗീവ്സ് സ്ട്രക്ചർ ടു സ്കൂൾ ടൈം. ബെല്ലടിക്കുമ്പോഴേക്കും ക്ലാസ്സിൽ കയറുക, കുറെ പഠിപ്പിക്കുക, കുറെ അടിക്കുക, എഴുതുക. ഓക്കെ, ആൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഡൂയിങ് ഇൻ ദ ക്ലാസ് റൂം. സോ എവറി വൺ ഈസ് ഹാപ്പി വിത്ത് ദാറ്റ്. സ്റ്റുഡൻസ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ്. ഓക്കെ, ഇനി ഇതിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ക്ലിയർ ഗോൾ ആർ സെറ്റ് ഫോർ ലേണിംഗ്. ഓക്കെ, അതായത് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട്, അതായത് നമുക്കിപ്പോ എഞ്ചിനീയർ ആവണം എന്നുണ്ടെങ്കിൽ എന്താണ്, ആ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്സ് മാത്രം നമ്മൾ കുറെ ബൈ ഹാർട്ട് ചെയ്യുക, എക്സാം എഴുതാം. ഓക്കെ, സോ ഗോൾസ് ആർ സെറ്റ് ഫോർ ലേണിംഗ്. ഇതുപോലെ തന്നെ ഗോൾ സെറ്റിംഗ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ് അവിടെ ഹാപ്പൻ ചെയ്യുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടന്റ് ഇസ് ചോസൺ ബൈ എക്സ്പേർട്സ്. ഹയർ എഡ്യൂക്കേഷൻ അതോറിറ്റീസ് ആണ് കണ്ടന്റ് അല്ലെ, സിലബസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സബ്ജക്ട്സ് ആർ കെപ്റ്റ് സെപ്പറേറ്റ്. നമുക്കറിയാം ഓരോ സബ്ജക്ട്, മാത്സ്, ഫിസിക്സ്, അങ്ങനെ പല പല തരത്തിലുള്ള സബ്ജക്ട്സ് വിൽ ബി ദയർ. ടെക്സ്റ്റ് ബുക്സ് ആർ ദ മെയിൻ മെറ്റീരിയൽസ്. പുറത്തേക്ക് ഒന്നും പോകണ്ട, എവറിത്തിങ് ഈസ് ദയർ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് സെൽഫ്. അപ്പൊ വേറെ സോഴ്സ് ഓഫ് ലേണിംഗ് ഒന്നുമില്ല, ടെക്സ്റ്റ് ബുക്ക് ഈസ് ദി സോഴ്സ് ഓഫ് ലേണിംഗ്. ആക്ടിവിറ്റീസ് ഇൻവോൾവ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് അല്ലെ. ഇനി എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഉണ്ടാവുന്നത്? റീഡിംഗ്, റൈറ്റിംഗ്, ആ ആക്ടിവിറ്റി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. കുറെ നോട്ട് എഴുതുക, കുറെ എക്സാം എഴുതുക. സോ ഓൾ ദീസ് തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ ദ ക്ലാസ് റൂം. ടീച്ചിങ് ഹാപ്പൻസ് ഇൻ ലാർജ് ഗ്രൂപ്പ്സ് അല്ലെ. ടീച്ചർ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാണ്, ലാർജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ അവരെ ഫേസ് ചെയ്തിട്ട്, ലെക്ചർ മെത്തേഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് ടൈം ഈസ് ഫിക്സഡ് ഇൻ പീരീഡ്സ് അല്ലെ. നമ്മൾ ഫോളോ ചെയ്ത സിസ്റ്റം തന്നെയാണ്, പീരീഡുകളായിട്ട് ക്ലാസ് സ്ട്രക്ചർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ കോണ്ടന്റ് ഇൻ ദ ക്ലാസ് റൂം അല്ലെ. ടീച്ചർ എന്താണ് പഠിപ്പിക്കാനുള്ളതുള്ള കോണ്ടന്റ് ക്ലാസ്സിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്, എക്സ്പ്ലെയിൻ ചെയ്യാം, വിവരിക്കുകയാണ് ചെയ്യുന്നത്. ടെസ്റ്റ് ചെക്ക് സബ്ജക്ട് നോളജ്. ഇടയ്ക്കിടയ്ക്ക് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും. ക്വാർട്ടർലി ടെസ്റ്റ് വിൽ ഓൾസോ ബി ദയർ, ആനുവൽ ടെസ്റ്റ് ഓൾസോ വിൽ ബി ദയർ. എന്തിനാണ് ഈ ടെസ്റ്റുകൾ? ഇൻ ഓർഡർ ടു ചെക്ക് ദ നോളജ് ഓഫ് ദ സ്റ്റുഡൻസ്. ഗ്രേഡ്സ് ഷോ ഹൗ മച്ച് വാസ് ലേൺഡ്. അപ്പൊ അവരുടെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് അവർ എത്രമാത്രം പഠിച്ചു അല്ലെങ്കിൽ എത്രമാത്രം ബൈ ഹാർട്ട് ചെയ്തു, മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കുന്നത്. ദെൻ ക്രിറ്റിസിസം. അതിനെതിരെ കുറെ ക്രിറ്റിസിസംസ് ഉണ്ട്, വിമർശനങ്ങളുണ്ട്. ഓക്കെ, അതിന് കുറെ നെഗറ്റീവ്സ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ടു മച്ച് കോണ്ടന്റ് മേക്സ് ഇറ്റ് ഹാർഡ് ഫോർ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിനെ പഠിപ്പിച്ചെത്തില്ല, ബിക്കോസ് ടു മച്ച് കോണ്ടന്റ് വിൽ ബി തയ്യാർ ഫോർ ദ സബ്ജക്ട് ബേസ്ഡ് കറിക്കുലം. സ്കൂൾ ഡേ ഗെറ്റ്സ് ബ്രോക്കൺ ഇൻ ടു സ്മോൾ ബ്ലോക്സ് അല്ലെ. അപ്പോ എന്താണ്, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പല പല പീരീഡുകളായിട്ട്, ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് സ്റ്റുഡൻസ് ആർ ഡിഫറെന്റ് നീഡ്സ്. ഇപ്പൊ സ്റ്റുഡന്റ് സെന്റേർഡ് കരിക്കുലം അല്ല, സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം. കാരണം സ്റ്റുഡൻസിന് പലതരത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അവരെയൊന്നും അംഗീകരിക്കാതെ, അവരെയൊന്നും മൈൻഡ് ചെയ്യാതെയാണ് ഈ ടൈപ്പ് ഓഫ് കരിക്കുലം ഇസ് ഡിസൈൻഡ്. വൺ പ്ലാൻ മേ നോട്ട് സ്യൂട്ട് ആൾ ലേണേഴ്സ്. അതായത് ഒരാൾക്ക് പറ്റുന്ന രീതിയിൽ അതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല അല്ലെ. അപ്പൊ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് കരിക്കുലം അല്ലെങ്കിൽ ഒരു ഇപ്പൊ സ്കൂൾ ലെവലൊക്കെ ആണെന്ന് വിചാരിക്കുക, പല ടേസ്റ്റുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, പല സ്ട്രാറ്റന്ന് വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് ലാംഗ്വേജ് എബിലിറ്റി ഉണ്ടായിരിക്കും, ചില ആളുകൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്പീക്കിംഗ് എബിലിറ്റി ആയിരിക്കും കൂടുതലുണ്ടാവും. ഇവരെല്ലാവരും കൺസിഡർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കരിക്കുലമാണ് ഡിസൈൻ ചെയ്യേണ്ടത്. സോ ഇപ്പൊ ആക്ടിവിറ്റി ഓറിയന്റഡ് ഒക്കെ ആണെങ്കിൽ ഈ ഏതെങ്കിലും ഒരു കഴിവ് സ്റ്റുഡൻസിന് പുറത്തെടുക്കാൻ പറ്റും. ഇവിടെ ബൈഹാർട്ടിംഗ് കഴിവ് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. ലേണിംഗ് ഡസൻറ്റ് ഓൾവേസ് ട്രാൻസ്ഫർ ടു ലൈഫ് അല്ലെ.
അതായത് ഒരു ലൈഫിലേക്ക്, അതായത് നമ്മളിപ്പോ ഇങ്ങനെ കുറെ ഫിലിമിലൊക്കെ നമ്മൾ കാണാറുണ്ട്, യൂസാഗ മാത്സുകാരുണ്ടെങ്കിൽ ക്ഷമിക്കണേ, യൂസാഗ ലസാഗു എന്നൊക്കെ പറഞ്ഞൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം ഉണ്ടായത്, അതുകൊണ്ടൊക്കെ എന്താ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ കേട്ടോ. പക്ഷെ അങ്ങനത്തെ കുറെ കോമഡികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ ലൈഫിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് നോളജ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ലേണിംഗ് അല്ല ഈ സബ്ജക്ട് സെന്റേർഡ് കരിക്കുലത്തിൽ പറ്റുന്നത്, നടക്കുന്നത് എന്നാണ് മെയിൻ ക്രിറ്റിസിസം. പിന്നെ ഇഗ്നോർ സ്റ്റുഡന്റ് ഇൻട്രസ്റ്റ് ആൻഡ് നീഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റുഡൻസിന്റെ ഇൻട്രസ്റ്റ് അവർ മൈൻഡ് ചെയ്യുന്നില്ല. മിസ്സസ് കറന്റ് സോഷ്യൽ പ്രോബ്ലംസ്. അതുപോലെ തന്നെ എന്നോ എഴുതി വെച്ചൊരു ടെക്സ്റ്റ് ആയിരിക്കും, അതിപ്പോഴും ഫോളോ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഇഷ്യൂകളെ പറ്റിയിട്ടൊക്കെ അതിൽ ഒന്നും നമുക്ക് പറയാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടാവില്ല. സബ്ജക്ട്സ് സേ സെപ്പറേറ്റ് നോട്ട് കണക്റ്റഡ്. ഇപ്പൊ ഫിസിക്സ് പറഞ്ഞാൽ ഫിസിക്സ് തന്നെ, ഓക്കെ, മാത്സ് പറഞ്ഞാൽ മാത്സ് തന്നെ, മലയാളം എന്ന് പറഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷും. ഇറ്റ് ഇസ് നോട്ട് കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. എൻകറേജസ് മെമ്മറൈസിങ് നോട്ട് തിങ്കിങ്. ഓക്കെ, കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള ഒരു സ്കോപ്പ് ഇല്ല, നേരെ മറിച്ച് എന്താണ്, ഒക്കെ ബൈ ഹാർട്ട് ചെയ്യുക, ഒക്കെ വിഴുങ്ങുക, എന്നിട്ട് അത് എക്സാമിന് പോയി ഛർദ്ദിക്കുക. ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം. ലാക്സ് റിയൽ വേൾഡ് റെലവൻസ്. ഇപ്പോ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിയൽ വേൾഡിൽ അല്ലെങ്കിൽ റിയാലിറ്റിയിൽ ലൈഫിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു കാര്യം ഈ കുട്ടികൾ മറന്നു പോകുന്നുണ്ട്. അവരത് പഠിക്കുന്നില്ല, അവരെന്താണ് ജസ്റ്റ് തിയറി മാത്രമാണ് ബൈ ഹാർട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ആണ് ലേണർ സെന്റേർഡ് കരിക്കുലം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം. ഫോക്കസ് ഈസ് ഓൺ ദ ചൈൽഡ് നോട്ട് ദ സബ്ജക്ട്. അപ്പൊ കുട്ടികളെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. കരിക്കുലം ചേഞ്ചസ് വിത്ത് സ്റ്റുഡന്റ് നീഡ്സ്. ലേണിംഗ് ബേസ്ഡ് ഓൺ സ്റ്റുഡന്റ് ഇൻട്രസ്റ്റ്. അല്ലെ, കുട്ടികളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടാണ് കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹോൾ പേഴ്സണാലിറ്റി ഓഫ് ദ ചൈൽഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ചിലർക്ക് പ്രസന്റേഷൻ കഴിവുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില ആളുകൾക്ക് റോൾ പ്ലേയിങ്ങിനൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ചില ആളുകൾക്ക് എക്സ്പെരിമെന്റേഷൻ ആയിരിക്കും, ചില ആളുകൾക്ക് ബൈ ഹാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ എല്ലാ ആളുകളെയും ഒരേപോലെ കൺസിഡർ ചെയ്ത് അവർക്ക് പറ്റുന്ന ആക്ടിവിറ്റികളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അവർ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റും. Okay, that is so peculiar or so special to learner-centered curriculum. Whole personality of the child is important. അല്ലാതെ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാനുള്ള കഴിവ് മാത്രം, അല്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യുക, റൈറ്റിംഗ് എബിലിറ്റി, അത് മാത്രമാണ് സബ്ജക്ട് സെന്റേർഡ് കരിക്കുലത്തിൽ നടക്കുന്നത്. അതല്ലാതെ കുറെ കഴിവുകൾ കുട്ടികൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ലേണിംഗ് ഈസ് കണക്റ്റഡ് ടു റിയൽ ലൈഫ്. അല്ലെ, ലേണിംഗും റിയൽ ലൈഫും വളരെയധികം കണക്റ്റഡ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ലേണർ സെന്റേർഡ് ഇപ്പോഴൊക്കെ നടക്കുന്നത് ലേണർ സെന്റേർഡ് കരിക്കുലം ആണല്ലോ. അപ്പൊ നിറയെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ക്ലാസ് റൂമിലൊക്കെ. ഇപ്പോൾ FIUGP സിലബസിൽ കോളേജിലായാൽ പോലും ആക്ടിവിറ്റീസ് ഒക്കെ നിറയെ അവിടെ നടക്കുന്നുണ്ട്. ക്ലാസ് റൂമിൽ പ്രാക്ടിക്കം എന്ന് പറഞ്ഞിട്ട് കുറെ മാർക്ക്, അതായത് ഇന്റേണൽ മാർക്ക് 25 ഈ 25 20 മാർക്ക് പ്രാക്ടിക്കത്തിന്, 15 മാർക്ക് പ്രാക്ടിക്കത്തിനാണ്, 10 മാർക്കാണ് ഇന്റേണൽ എക്സാം ഒക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ ആക്ടിവിറ്റി ചെയ്യാനുള്ളതാണ്. അപ്പൊ കുറെ ആക്ടിവിറ്റി ഒക്കെ കൊടുക്കുമ്പോൾ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോ നമ്മൾ പഠിപ്പിക്കണം, ഇംഗ്ലീഷിലുള്ള ഒരു ടോപ്പിക്കാണ്, എന്താണ് ഇമെയിൽ. ഓക്കെ, റൈറ്റ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇമെയിൽ എങ്ങനെയാണ് എഴുതുന്നത് എന്നൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നതിന് പകരം കുട്ടികളുടെ അടുത്ത് ഒരു ഇമെയിൽ അയക്കാൻ പറഞ്ഞാൽ മതി. ടീച്ചറിന്റെ അടുത്ത് എങ്ങനെയാണ് അയക്കുക എന്നുള്ളത് അവർക്ക് ഹെൽപ്പ് ചെയ്യാം. അപ്പോഴാണ് അവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരു കള്ളിയൊക്കെ വരച്ചിട്ട് എന്താണ് CC BCC അല്ലെ 2 സബ്ജക്ട്, അങ്ങനെയാണ് എക്സാമിന് എഴുതേണ്ടത്. പക്ഷെ അവർ ഇങ്ങനെ ഇമെയിൽ അയക്കുകയാണെങ്കിൽ അവർക്ക് ആ പാറ്റേൺ അവർക്ക് മനസ്സിലാവും, എങ്ങനെയാണ് അത് എന്നുള്ളത് മനസ്സിലാവും. എക്സാമിന് അവർക്ക് അത് ചെയ്യാനും പറ്റും. നേരെ മറിച്ച് ആ കള്ളി മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ഒരിക്കലും അവർക്ക് ജീവിതത്തിൽ ഇമെയിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ റിയൽ ലൈഫ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. അപ്പൊ എന്താണ്, ദേ ക്യാൻ അപ്ലൈ ടു ദയർ റിയൽ ലൈഫ്. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്തൊക്കെ ദർ ഇസ് എ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ക്യാൻ വി അലോ മൊബൈൽ ഫോൺസ് ഇൻ ദ ക്ലാസ് റൂം. ഇതൊക്കെ വലിയ വലിയ ചർച്ചകളാണ്. അപ്പോൾ കാലം കുറെ മാറിയിട്ടുണ്ട്. അപ്പൊ കുറെ മാറ്റങ്ങൾ നമ്മുടെ സിലബസിലും അല്ലെങ്കിൽ കരിക്കുലത്തിലൊക്കെ വരേണ്ടതായിട്ടുണ്ട്. നല്ലോണം കുറെ കാര്യങ്ങൾ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാബിൽ കൊണ്ടുപോയിട്ട് ചെയ്യിപ്പിച്ചാലൊക്കെ മതി. ദെൻ കീ തിങ്കേഴ്സ് ഓൺ ലേണർ സെന്റേർഡ് കരിക്കുലം. ആരൊക്കെയാണ് മെയിൻ
പ്രൊപ്പോണൻസ് ഓർ മെയിൻ തിങ്കേഴ്സ് അല്ലെ, ഇവരൊക്കെയാണ് ഈ ലേണർ സെന്റേർഡ് കരിക്കുലം പ്രപ്പോസ് ചെയ്തത്. ആരൊക്കെയാണ്? കെല്ലി. He focused on student needs and growth. Then Dewey is another philosopher and who is advocating on learn by doing and exploring. ജസ്റ്റ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതല്ല, ലേണിംഗ് ബൈ ഡൂയിങ് അല്ലെ. ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ദി ഒപ്പീനിയൻ ഓഫ് ഡ്യൂവി. Then children learn best in active settings. ആൻഡ് അഭിപ്രായത്തിൽ ആക്ടിവിറ്റികളിലൂടെയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുന്നത്. അത് വളരെ ശരിയാണ് കേട്ടോ, ഈ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ. നമ്മൾ പണ്ടത്തെ ആ ഒരു മെത്തേഡിലൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഇങ്ങനെ കുറെ ലെക്ചർ ചെയ്യുക, കുറെ ഒച്ചപ്പാട് ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് നമുക്കറിയാം, എസ്പെഷ്യലി നമ്മൾ ഇനി പഠിപ്പിക്കാൻ പോണത്, ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്നതാണ്, നിങ്ങൾ ഇനി പഠിപ്പിക്കാൻ പോണ ആളുകൾ എന്ന് പറഞ്ഞു വെച്ചാല് ദേ ആർ ലിവിങ് ഇൻ ദ പോസ്റ്റ് പാൻഡമിക് എറ, പോസ്റ്റ് കോവിഡ് എറ. ഒരുപാട് മാറ്റങ്ങൾ ഈ കോവിഡ് നമ്മളിൽ വരുത്തിയിട്ടുണ്ട് അല്ലെ. ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് ആളുകള് എത്ര സമയം വേണമെങ്കിലും കുത്തിയിരുന്നുള്ള ഒരു മൊബൈലും പിടിച്ചിട്ട്. ഓക്കെ, ഇതാണ് ആളുകളുടെ ഒരു അവസ്ഥ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കുട്ടികളും അതിൽ നിന്ന് വ്യത്യസ്തരല്ല, അവരും വളരെയധികം ദേ ആർ അഡിക്റ്റഡ് ടു മൊബൈൽ ഫോൺസ്. ഓക്കെ, വലിയ കുട്ടികളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും നമുക്ക് വീട്ടിൽ അറിയാൻ പറ്റും കണ്ടാലെ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ കുറേ ലെക്ചർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കുറച്ച് സമയം മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിയുമ്പോഴേക്കും അവരുടെ ഒരു ക്ഷമയൊക്കെ നശിച്ച് മറ്റുള്ളവരോടായിട്ട് വർത്തമാനം പറയാൻ തുടങ്ങും. അപ്പൊ നമ്മൾ അവരുടെ ആ ഒരു എനർജി ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് അല്ലെ. കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ പോയപ്പോൾ നിങ്ങൾ പരീക്ഷിച്ചതായിരിക്കും അത്, ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ് റൂംസ്. നമ്മൾ കുറെ ഒച്ചപ്പാട് ഉണ്ടാക്കാല്ല, അത് ടീച്ചേഴ്സ് ക്ലാസ്സിൽ പോയി കുറെ ഒച്ചടുക എന്നുള്ളതല്ല ടീച്ചിങ്. ഓക്കെ, അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് എൻ്റെ ഒരു അഡ്വൈസ് ആണ്. നമ്മൾ പഠിക്കുന്ന കരിക്കുലം ഒക്കെ അത് ബേസ് ചെയ്തിട്ടാണ് അല്ലെ. ബി എഡ് എന്ന് പറഞ്ഞ കരിക്കുലം എന്ന് പറഞ്ഞു വെച്ചാൽ ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. പക്ഷെ ഇപ്പോഴും ടീച്ചർമാര്, മിക്കവാറും ടീച്ചേഴ്സ് ലെക്ചറിങ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോ ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ സ്കൂൾസ് ഓൾസോ അല്ലെ. കോളേജിൽ മാത്രമല്ല, സ്കൂളിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ എനിവേ, നിങ്ങൾ ഇനി ടീച്ചേഴ്സ് ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദ ഡിഫറൻസ്. ഓക്കെ, സ്റ്റുഡൻസ് കൺസ്ട്രക്ട് ദെയർ ഓൺ നോളജ്. അങ്ങനെ ചെയ്യുമ്പോൾ അവരെന്താണ്, ആ ചെയ്യുന്നതിലൂടെ അവരുടെ നോളജ് ഉണ്ടാക്കുക ചെയ്യുന്നത്. ഓക്കെ, ഇമെയിൽ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ സോറി, അതിൽ ഇമെയിൽ എന്താണ്, വാട്ട് ഈസ് ഇമെയിൽ, ഇമെയിൽ എറ്റിക്വേറ്റ് എന്താണ്. ആദ്യം നമ്മൾ എന്താണ് സെൻഡറിന്റെ പേര് എഴുതണം. ഓക്കെ, ടു ആണ് ആദ്യം എഴുതേണ്ടത്. പിന്നെന്താണ് CC, BCC. ഓക്കെ, then we have to write the subject. Okay, then subject matter or the theme or the content അല്ലെ. അവസാനം അറ്റാച്ച്. ഓക്കെ, അതൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ബോർഡിൽ എഴുതി ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല. നേരെ മറിച്ച് അവരത് ചെയ്യുമ്പോൾ അവരവരുടേതായിട്ടുള്ള ആ ഒരു നോളേജ്, ഹൗ ടു സെൻഡ് ആൻ ഇമെയിൽ എന്നുള്ള നോളേജ് ദേ വിൽ ക്രിയേറ്റ് ഫോർ ദംസെൽവ്സ്. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് ഓഫ് ലേണർ സെന്റേർഡ് കരിക്കുലം. അതിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ്. സ്റ്റുഡൻസ് ആർ ആക്റ്റീവ് ഇൻ ലേണിംഗ്. അങ്ങനെ ചെയ്യുമ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഫീഡ്ബാക്ക് എടുത്താൽ മതി, അല്ലെങ്കിൽ അവരോടൊന്ന് പറയാൻ പറഞ്ഞാൽ മതി. വാട്ട് ആർ ദ പ്രൊസീജിയർ, അവരിങ്ങോട്ട് പറഞ്ഞു തരും, നമ്മളൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ ആസ് ടീച്ചേഴ്സ്, നമ്മൾ എപ്പോഴും ടീച്ചേഴ്സിനെ പറ്റിയിട്ട് പറയുന്ന ഒരു എന്താണ് പറയാ, ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ഇങ്ങനെ പോയിട്ട് ഒച്ചിടണം അല്ലെ. നമ്മുടെ എന്താ പറയാ ലങ്സ് ഒക്കെ പോവും ഇങ്ങനെ ഒച്ചിട്ടിട്ട്. ഇത്രയും കുട്ടികൾ, 50 കുട്ടികളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ട് സോ ഡിഫിക്കൽട്ട് അല്ലെ. നമ്മൾ ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും, ബോർഡിലേക്ക് തിരിയുമ്പോഴേക്കും അവരവിടെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഒച്ചിടും. പിന്നെ കോണ്ടന്റ് പഠിപ്പിക്കണം, അതിന് നമ്മൾ ഒരുപാട് എനർജി വേസ്റ്റ് ചെയ്യണം. സോ ഓൾ ദീസ് ആർ അവർ കംപ്ലൈന്റ്സ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു രീതിയിൽ ലേണിംഗ് ബൈ ഡൂയിങ് ഓർ ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ് റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാതെ ഒച്ചിടൊന്നും വേണ്ട. നമുക്ക് ക്ലാസ്സിനെ ഗ്രൂപ്പാക്കി തിരിക്കുക. ഓരോ ഗ്രൂപ്പിന്റെ അടുത്ത് പോയിട്ട് പതുക്കെ അവർ കേൾക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. പക്ഷെ നമ്മൾ വിജിലന്റ് ആയിരിക്കണം കേട്ടോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അല്ലാതെ ആക്ടിവിറ്റി കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിട്ട് അങ്ങൾ എന്താ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൊബൈലിൽ തോണ്ടിയിരുന്ന് കഴിഞ്ഞാൽ ദേ വോണ്ട് ഡു എനി ആക്ടിവിറ്റീസ്. ഓക്കെ, നമ്മൾ പിന്നാലെ നടക്കണം. ഓരോ സ്റ്റെപ്പിൽ ഇപ്പൊ എത്രയായി, നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ, ഏത് സ്റ്റേജ് ആയി, വി ഹൗ ടു അനലൈസ്. ദെൻ students are active in learning during that activity oriented classrooms. Then flexible curriculum plans, അല്ലെ, കരിക്കുലം പ്ലാനുകൾ, അതായത് ഇവിടെ എന്താണ് സബ്ജക്ട് ബേസ്ഡ് ആണെങ്കിൽ ആ സബ്ജക്ട് പഠിപ്പിക്കുക, ദാറ്റ് ഈസ് കരിക്കുലം. ഇവിടെ നമുക്ക് ആക്ടിവിറ്റികൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വി ക്യാൻ ചൂസ്. ഫോക്കസ് ഓൺ സോൾവിങ് റിയൽ ലൈഫ് പ്രോബ്ലംസ്, അല്ലെ, ഇവിടെ റിയൽ ലൈഫ് പ്രോബ്ലംസ് സെലക്ട് ചെയ്തിട്ട് അങ്ങനത്തെ ആക്ടിവിറ്റികളൊക്കെ സെലക്ട് ചെയ്തിട്ട് വി ക്യാൻ ടീച്ച് ദ സ്റ്റുഡൻസ് മോർ ഡെമോക്രാറ്റിക് ആൻഡ് ഫ്രണ്ട്ലി ലേണിംഗ്. ഉറപ്പല്ലേ, കാരണം സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണ്, കുട്ടികളുമായിട്ട് നമുക്ക് അടുത്തിടപഴകാൻ. മറ്റേത് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആരെ അറ്റൻഡ് ചെയ്യാനാണ് പറ്റുക, മുന്നിൽ കണ്ണു തുറച്ചിരിക്കുന്ന 1-2 കുട്ടികളെ നമുക്ക് ഒരു പക്ഷേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, എന്നാലും അവരായിട്ടൊരു ഇന്ററാക്ഷൻ ഒന്നും അവിടെ നടക്കുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് വി കൻ ഇന്ററാക്ട് വിത്ത് ദ സ്റ്റുഡൻസ്. ദെൻ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ലേണർ സെന്റേർഡ് കരിക്കുലം. ഫോക്കസസ് ഓൺ ഇൻഡിവിജ്വൽ സ്റ്റുഡന്റ് ഗ്രോത്ത്, അല്ലെ, ഓരോ കുട്ടിയെയും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ് റൂമിൽ നമ്മൾ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ കുട്ടിയുടെ അടുത്തും പോയിട്ട് നമുക്ക് ഇത് ഇങ്ങനെയല്ല, അതിങ്ങനെ, നീ ഇതിൽ കൂടെ, അല്ലെ, ഇവരുടെ കൂടെ ചെയ്യ്. ഞാൻ ഇംഗ്ലീഷ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു ആക്ടിവിറ്റി റോൾ പ്ലേ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കുട്ടിയുടെ അടുത്തും നമ്മൾ ആദ്യം തന്നെ അവരുടെ അടുത്ത് ചോദിക്കണം, ക്യാരക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്തോ. ഓക്കെ, അപ്പൊ ഓരോ ക്യാരക്ടേഴ്സിനും ചിലപ്പോൾ ഡയലോഗ്സ് ഉണ്ടായിരിക്കും, ആ ഡയലോഗ് പഠിച്ചോ, പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഓരോ കുട്ടിയുടെ അടുത്തും നമ്മൾ പോയിട്ട് സംസാരിക്കുമ്പോൾ an interaction or intimacy will be happening between the student and the learners. Then encourage original thinking and self-expression. അപ്പൊ അതുപോലെ തന്നെ സെൽഫ് എക്സ്പ്രഷൻ, കുട്ടികൾക്കുള്ള ഉള്ളിലുള്ള കഴിവിനെ പുറത്തെടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സ് ആർ ഫ്ലെക്സിബിൾ ആൻഡ് ബേസ്ഡ് ഓൺ സ്റ്റുഡന്റ് നീഡ്സ്. കുട്ടികളുടെ ആവശ്യം, കാരണം അവർക്ക് ഒരിക്കലും ബൈഹാർട്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷെ അവർക്ക് അവരുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവ് പുറത്തെടുത്ത് പിന്നെ അവർ മറക്കില്ല, അവർക്ക് ഇങ്ങനെ ഓർമ്മ ഉണ്ടായിരിക്കും എങ്ങനെയാണ് അന്ന് ക്ലാസ്സിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. സോ ദാറ്റ് ആക്ടിവിറ്റി വിൽ ബി ദെയർ ഇൻ ദെയർ മൈൻഡ്. Content is based on age, ability, and past experience. Okay, so ഇവിടെ കോണ്ടന്റ് എന്ന് പറഞ്ഞു വെച്ചാല്, അതായത് സിലബസ് എന്ന് പറഞ്ഞു വെച്ചാല് കറന്റ് കണ്ടംപററി പീരീഡിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ എബിലിറ്റിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ്, ഇതൊക്കെ ആയിരിക്കാം കോണ്ടന്റ് ഓർ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ FIUGP സിലബസിൽ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. വളരെ അപ്ഡേറ്റഡ് ആണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ. അതിലിപ്പോ ഇംഗ്ലീഷ് ഫോർ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമൺ ഇംഗ്ലീഷിന്റെ ബുക്ക് ഉണ്ട്. അപ്പൊ ആ ഒരു ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് സൈബർ ക്രൈം, സൈബർ ലോ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ്. സോ ഇറ്റ്സ് വെരി അപ്ഡേറ്റഡ്. ഒരു ചാനൽ ചർച്ചയിൽ കുറച്ചു ദിവസം മുമ്പ് ഒരു കുട്ടി ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ്, കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു ലെവലുള്ള ഒരു കുട്ടിയാണ്, വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഞങ്ങൾ എപ്പോഴും പഠിക്കുന്നത്. അവ പഠിപ്പിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ അതോറിറ്റിയാണ് അതിന്റെ ഉത്തരവാദികൾ. ഈ സൈബർ ക്രൈം എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല ആരും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ കുട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളതല്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വളരെ അപ്ഡേറ്റഡ് ആണ് കേട്ടോ ഈ കാര്യത്തിൽ. അപ്പോ എനിവേ, ഒബ്ജക്റ്റീവ്സ് ആർ ഫ്ലെക്സിബിൾ ആൻഡ് ബേസ്ഡ് ഓൺ സ്റ്റുഡന്റ് നീഡ്സ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് നമുക്ക് മാറ്റാൻ പറ്റും, അതായത് സ്റ്റുഡന്റ് നീഡിനനുസരിച്ചിട്ട് അതിന്റെ ഒബ്ജക്റ്റീവ്സ് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്, റിജിഡ് അല്ല. അതായത് ഇത് പഠിക്കുക, അത് പരീക്ഷ എഴുതുക, ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ കുറെ കാര്യങ്ങൾ, അതായത് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നതും ആ രീതിയിലാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഈ ലിറ്ററേച്ചറിലുള്ള കുമ്പളങ്ങി നൈറ്റ്സ് എന്നുള്ള മൂവി പഠിക്കാനുണ്ടായിരുന്നു. അതിന്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമുക്ക് ആ മൂവി കാണാതെ അല്ലെങ്കിൽ മൂവി നന്നായി കാണാതെ അതിന്റെ ആൻസർ ചെയ്യാൻ പറ്റില്ല. ഡ്രോ എ ഫാമിലി ട്രീ ഇൻ ദ മൂവി കുമ്പളങ്ങി നൈറ്റ്സ്. ഫാമിലി ട്രീ വരയ്ക്കാണ്. ഓക്കെ, ആരാ അച്ഛൻ അമ്മ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അവരുടെ സ്പോസ് ആരാണ്. സോ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. അത് അപ്ലൈയിങ് ലെവൽ ക്വസ്റ്റ്യൻസ് ആർ ദർ. സോ ദാറ്റ് ഇസ് ദി ഒബ്ജക്റ്റീവ്. ഓക്കെ, അതായത് അവർ വെറുതെ ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതല്ല ഒരു സിലബസ് പഠിക്കുക എന്നുള്ളത്. ഓക്കെ,
Content is based on age, ability, and past experience. Learning by doing, not memorizing. അവിടെ ബൈ ഹാർട്ടിങ്ങിനൊന്നും സ്കോപ്പ് ഇല്ല, ലേണിംഗ് ബൈ ഡൂയിങ് അല്ലെ. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ലേണർ സെന്റേർഡ് കരിക്കുലം. ഏതൊക്കെ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉണ്ട്. സ്റ്റുഡൻസ് വർക്ക് ഇൻ ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് എബിലിറ്റി. കുട്ടികൾ ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് ആയിട്ട് ഇരുന്നിട്ട് അവരുടെ ഇൻട്രസ്റ്റിനും എബിലിറ്റിക്കും ഒക്കെ അനുസരിച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ടൈം ടേബിൾ ഈസ് ഫ്ലെക്സിബിൾ ബേസ്ഡ് ഓൺ ലെസൺ നീഡ്സ്. ഓക്കെ, ടൈം ടേബിളും അതിനനുസരിച്ചിട്ട് ഫ്ലെക്സിബിൾ ആക്കണം. ഇറ്റ് ഈസ് അപ് ടു ദിസ് അതോറിറ്റി. ലേണിംഗ് ഹാപ്പൻസ് ഇൻ ഡിഫറെന്റ് പ്ലേസസ് ലൈക്ക് ലാബ്സ് ആൻഡ് ലൈബ്രറീസ്. ലൈബ്രറിയിലൊക്കെ പോയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു റിപ്പോർട്ട് എഴുതുക. ഓക്കെ, റിപ്പോർട്ട് എന്നുള്ള ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാൻ പറയാം, ഒരു എന്താ പറയാ, സ്റ്റോറി വായിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് എഴുതാൻ പറയും. അല്ലെങ്കിൽ ഇപ്പൊ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ എന്താ പറയാ അപ്രീസിയേഷൻ ഒക്കെ എങ്ങനെ അപ്രീസിയേറ്റ് ചെയ്യാം എന്നുള്ളത് ലൈഫ് ആയിട്ട് ഒരു പോം വായിച്ചിട്ട് അത് എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാം, പോം വായിച്ചിട്ട് അതിന്റെ ആസ്വാദനം എഴുതാൻ പറയും, ടെക്നിക്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട്. ഓക്കെ, സോ ലൈബ്രറിയിൽ കൊണ്ടുപോവാം. അപ്പോൾ എവറിത്തിങ് ഈസ് പോസിബിൾ. ഇപ്പൊ ജേർണലിസ്റ്റ് ഒക്കെ പഠിപ്പിക്കുന്ന വെച്ചാൽ ഇറ്റ്സ് വെരി ഈസി. കുറെ ന്യൂസ് പേപ്പർ ഒക്കെ ലൈബ്രറിയിൽ കൊണ്ടുപോയിട്ട് കുറെ ന്യൂസ് പേപ്പർ കൊടുത്തിട്ട് വാട്ട് ഈസ് എഡിറ്റോറിയൽ, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, okay, what is the structure of news, it's very easy to teach students like that. And teachers act as guides and accept student ideas. കുട്ടികൾ അവരുടെ അഭിപ്രായം പറയുമ്പോൾ അത് സ്വീകരിക്കണം. ഓക്കെ, ഇറ്റ്സ് നിങ്ങൾ ടീച്ചേഴ്സ് ആവാൻ പോണ ആൾക്കാരാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഇങ്ങനെയൊന്നും അല്ല, നിനക്കൊന്നും അറിയില്ല എന്നുള്ളതല്ല പറയേണ്ടത്. നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാം. their viewpoints, they are grown ups and they have their own ideas. കുട്ടികൾ ഒരിക്കലും പൊട്ടന്മാർ എന്നുള്ള രീതിയിൽ കുട്ടികളെ കാണരുത്. ഓക്കെ, അവരും അവരുടേതായിട്ടുള്ള കഴിവുകളുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ ഒരു അറിവും ചെറുതല്ല. ഒരിക്കലും കുട്ടികളെ പരിഹസിക്കുകയും ചെയ്യരുത് ക്ലാസ് റൂമിൽ. ഓക്കെ, ഇനി എന്തെങ്കിലും കുട്ടി മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ അവനെ പേഴ്സണലി വിളിച്ച് പറയാം. ക്ലാസ് റൂമിൽ ഒരിക്കലും മാസായിട്ട് കുട്ടികളെ ചീത്ത പറയരുത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു പക്ഷെ നമ്മളോട് ചില വെഞ്ചൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികാരമൊക്കെ തോന്നും. അപ്പൊ അതിനൊന്നുള്ള ഇടം ഉണ്ടാക്കരുത്. കുട്ടികളല്ലേ, അവർ ആ രീതിയിൽ എപ്പോഴും കുട്ടികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്റ്റുഡൻസ് ഓൾസോ ഇവാലുവേറ്റ് ദംസെൽസ്. ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് അവരെ തന്നെ വിലയിരുത്താൻ പറ്റും. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? സ്റ്റുഡൻസ് മേ നോട്ട് നോ വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ ദെയർ ഫ്യൂച്ചർ. ഇപ്പൊ സബ്ജക്റ്റ് ആണെങ്കിൽ കുറെ അവർ പഠിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ കുട്ടികൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഇതിലിപ്പോ എന്താണ് നല്ലത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇമ്പോർട്ടൻറ്റ് വാല്യൂസ് മേ ബി മിസ്ഡ്. ചിലപ്പോ ഈ ടീച്ചർ കുറെ വാല്യൂസ് മിസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ് റൂം, പല ടീച്ചേഴ്സും എസ്പെഷ്യലി ഓൾഡ് ടീച്ചേഴ്സ് ആണ് ഈ കംപ്ലൈന്റ് പറയുന്നത്. അവർ പറയുന്നുണ്ട് കുട്ടികൾക്കൊന്നും പണ്ടത്തെ പോലത്തെ ഒരു ബഹുമാനമൊന്നുമില്ല, അവർ പണ്ട് നമ്മളെയൊക്കെ എത്ര ബഹുമാനിച്ചിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ദോസ് വാല്യൂസ് ആർ മിസ്ഡ്. നമ്മൾ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളൊരു ഫ്രണ്ടിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ പേടിച്ചിട്ടോ, പേടിയൊക്കെ ഇല്ലാതെ ആയിട്ടുണ്ട്. ക്ലാസ് റൂമിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടികൾ. സ്റ്റുഡൻസ് ഹാവ് വെരി ഡിഫറെന്റ് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, പിന്നെ പല കുട്ടികൾ പല രീതിയിലായിരിക്കാം. കോണ്ടന്റ് മേ ലാക്ക് പ്രോപ്പർ ഓർഡർ ആൻഡ് കണക്ഷൻ. അപ്പൊ കണ്ടന്റിന് മറ്റേ വെൽ സ്ട്രക്ചേർഡ് കണ്ടന്റ് ആണ് സബ്ജക്ട് ബേസ്ഡ് കരിക്കുലത്തിൽ ഉണ്ടായിരുന്നത്. ഇവിടെ അത് കണക്ഷനൊക്കെ കുറച്ച് കണക്റ്റഡ് അല്ലാത്ത രീതിയിലൊക്കെയാണ് ഈ ലേണർ സെന്റേർഡ് കരിക്കുലത്തിൽ സിലബസ് ഉണ്ടാവുന്നത്. ടീച്ചേഴ്സ് നീഡ് ടു ക്രിയേറ്റ് ദെയർ ഓൺ ലേണിംഗ് മെറ്റീരിയൽസ്. ടീച്ചർമാർക്ക് നല്ല പണി തന്നെയാണ്. എന്ത്, ഈ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒച്ചപ്പാടൊന്നും നിൽക്കണ്ടല്ലോ ക്ലാസ്സിൽ, ഭയങ്കര സുഖാവുന്നു. പക്ഷെ അങ്ങനെയല്ല. That is, the teacher should be vigilant always, and at first he or she has to prepare the class. Okay, prepare ചെയ്യണം, ക്ലാസ് പ്രിപ്പയർ ചെയ്യണം, ഡിസൈൻ ചെയ്യണം. ആക്ച്വലി ഇന്ന് എന്ത് ആക്ടിവിറ്റി കൊടുക്കണം, അത് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബ്രെയിൻ സ്റ്റോമിംഗ് ആണെങ്കിൽ മാത്രമാണ് ഈ ആക്ടിവിറ്റി നമുക്ക് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ക്ലാസ് റൂമിൽ. അതായത് നമ്മൾ നന്നായി ചിന്തിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്ത് ആക്ടിവിറ്റി, ഈ കണ്ടന്റ് പഠിപ്പിക്കാൻ എന്ത് ആക്ടിവിറ്റി ആയിരിക്കും നമുക്ക് ആപ്റ്റ് ആയിട്ടുണ്ടാവുക. ആ സമയത്ത് നിങ്ങൾ ടീച്ചേഴ്സ് ആവുമ്പോൾ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ആ സമയത്ത് നിങ്ങൾക്ക് യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ സം AI ടൂൾസ്. ChatGPTയുടെ അടുത്തൊക്കെ ചോദിക്കാം. മെറ്റ, പെർപ്ലെക്സിറ്റി, അങ്ങനെയൊക്കെ കുറെ ആപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവരൊക്കെ AI ഡിവൈസസ് ആണ്. ഇവരുടെ അടുത്ത് ചോദിക്കാം
ഈ കോണ്ടന്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഈ ടോപ്പിക് കൊടുത്തിട്ട് ഈ ടോപ്പിക് ടീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ അവര് പറഞ്ഞു തരും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പൊ അതൊരു ടെക്നിക്കാണ് കേട്ടോ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ വെച്ചിട്ട് മൊത്തം അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും തുരുമ്പ് പിടിക്കും നിങ്ങളുടെ ബ്രെയിൻ. അതും നിങ്ങളുടെ ഐഡിയയും കൂടെ വെച്ചിട്ടാവുമ്പോൾ യു ക്യാൻ മേക്ക് വെരി വണ്ടർഫുൾ ക്ലാസ്സസ്. ഓക്കെ, ദെൻ സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം വേഴ്സസ് ലേണർ സെന്റേർഡ് കരിക്കുലം. ഓക്കെ, അപ്പൊ അതിന്റെ ഡിഫറൻസസ് ആണ്. സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം പറഞ്ഞിട്ട് ഇറ്റ് ഫോക്കസ്ഡ് ഓൺ സബ്ജക്ട് മാറ്റർ. ഞാൻ വായിക്കാം, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. സ്റ്റുഡന്റ് സെന്റേർഡ് കരിക്കുലം ഫോക്കസസ് ഓൺ സ്റ്റുഡന്റ് ഗ്രോത്ത്. ഓക്കെ, സബ്ജക്ട് സെന്റേർഡ് കരിക്കുലത്തിൽ സ്റ്റുഡന്റിനെ പറ്റി ചിന്തിക്കുന്നില്ല. സ്റ്റുഡന്റ് ഗ്രോത്ത് അവിടെ ഉണ്ടോ എന്നുള്ളത് ടീച്ചേഴ്സ് ഓർ എഡ്യൂക്കേറ്റേഴ്സ് ആർ നോട്ട് അറ്റ് ഓൾ മെഷറിങ്. ഓക്കെ, വെറും ഗ്രേഡ് ബേസ് ചെയ്തിട്ട് മാത്രമാണ് അവിടെ കുട്ടികളെ വിലയിരുത്തുന്നത്. സബ്ജക്ട് സെന്റേർഡ് കരിക്കുലത്തിൽ കണ്ടന്റ് പ്ലാൻഡ് ബിഫോർ ടീച്ചിങ്. സ്റ്റുഡന്റ് സെന്റേർഡിൽ കണ്ടന്റ് ക്രിയേറ്റഡ് വിത്ത് സ്റ്റുഡൻസ് ഡ്യൂറിങ് ദ ക്ലാസ്. ഓക്കെ, ക്ലാസ്സിലാണ് ആക്ടിവിറ്റി കൊടുക്കുന്നത്. കുട്ടികൾ ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് ആക്ച്വലി കണ്ടന്റ് ഈസ് ഡിസെമിനേറ്റിംഗ്. സബ്ജക്ട് ബേസ്ഡ് കരിക്കുലത്തിൽ ടീച്ചർ കൺട്രോൾസ് ദ ലെസൺ. ടീച്ചർ ഈസ് ദ കൺട്രോളർ. ടീച്ചർ ഈസ് ദ സോഴ്സ് ഓഫ് നോളജ്. ബട്ട് ഇൻ ദ സ്റ്റുഡന്റ് സെന്റേർഡ് കരിക്കുലം സ്റ്റുഡന്റ് ഹെൽപ്പ് ഗൈഡ് ദ ലെസൺ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ടീച്ചേഴ്സ് ആർ നോ മോർ സോഴ്സസ് ഓഫ് നോളജ്. നമുക്കറിയാം, നമുക്ക് തന്നെ അറിയാൻ പറ്റും ഒരു കാര്യം, അതായത് എല്ലാ നോളജും വളരെയധികം ലിമിറ്റഡ് ആണ് അല്ലെ. അതായത് ഒരാൾക്കും ഒരുപാട് നോളജ് ഒന്നും അക്വയർ ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അവരുടെ വിരൽത്തുമ്പിലെല്ലാം ഉണ്ട്. എല്ലാ നോളജും അവരുടെ വിരൽത്തുമ്പിലുണ്ട്. അവർക്ക് തന്നെ സ്വന്തമായിട്ട് സെർച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അവർക്ക് ഈ എന്താ പറയാ ടെക്നോളജി അല്ലെങ്കിൽ ഈ AI ഡിവൈസസ് ഒക്കെ നമ്മളെക്കാൾ കൂടുതൽ അറിയാൻ പറ്റും. പിന്നെ ഈ കോണ്ടന്റ് നമ്മൾ കുറേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളെക്കാൾ നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന വീഡിയോ ക്ലാസ്സസ് ആർ അവൈലബിൾ അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മൾ വീണ്ടും അതിന്റെ അത്രയും മോശമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് വലിയ ബഹുമാനമൊന്നും തോന്നിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവിടെയാണ് നമ്മുടെ ഈ ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസിന്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിനെ കുറെ രസകരമായിട്ട് പഠിപ്പിക്കാൻ നോക്കുമ്പോൾ they will be engaged. ഓക്കെ, സോ അപ്പൊ അതാണ് നമ്മൾ ഒരിക്കലും നമ്മളാണ് എല്ലാം അറിയുന്ന ആള് എന്നൊരിക്കലും വിചാരിക്കാൻ പാടില്ല. ടീച്ചർ ഈസ് നോ മോർ സോഴ്സ് ഓഫ് നോളജ് ആൻഡ് ടീച്ചർ ഈസ് ഓൺലി എ ഫെസിലിറ്റേറ്റർ ഇൻ ദ ക്ലാസ് റൂം. ഒരു ഗൈഡ് പോലെ ഇതൊക്കെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള കുട്ടികളെ ഗൈഡ് ചെയ്യാം നമുക്ക്. ആൻഡ് സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം ഫോക്കസസ് ഓൺ ഫാക്ട്സ് ആൻഡ് സ്കിൽസ് സെപ്പറേറ്റ്ലി. ഓക്കെ, പക്ഷെ സ്റ്റുഡന്റ് സെന്റേർഡ് എങ്ങനെയാണ്? സ്കിൽസ് ആർ പാർട്ട് ഓഫ് ബിഗ് ലേണിംഗ് എക്സ്പീരിയൻസ്. അതായത് അവരുടെ ആക്ടിവിറ്റി ഇടുമ്പോൾ അവരുടെ സ്കില്ല് വരെ ആ ഫാക്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നോളജ്, ആ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അവരുടെ എല്ലാ സ്കില്ലും അവർ പുറത്തെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കാണാം ക്ലാസ് റൂമിൽ നമ്മൾ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ കാണാം മിണ്ടാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു പക്ഷെ നന്നായി അഭിനയിക്കാനൊക്കെ പറ്റും. ഓക്കെ, അതൊക്കെ ഈ ഒരു സ്റ്റുഡന്റ് സെന്റേർഡ് കരിക്കുലത്തിന്റെ ഒരു മെറിറ്റ് ആണ്. സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം യൂണിഫോം ലേണിംഗ് ഫോർ ഓൾ. എല്ലാവരും ഒരേ രീതിയിൽ പഠിപ്പിക്കുക. ടീച്ചർ എല്ലാവരും ഒരേ രീതിയിൽ കാണുന്നു. എല്ലാവർക്കും ഒരേ നോളജ്. ടീച്ചർ ഈസ് വാച്ചിങ് എവറി വൺ ആൻഡ് ടീച്ചിങ് ഫോർ എവറി വൺ. സ്റ്റുഡന്റ് സെന്റേർഡ് കരിക്കുലം പറഞ്ഞു വെച്ചാൽ ലേണിംഗ് വാരീസ് ബൈ സ്റ്റുഡന്റ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്ക് ഇപ്പൊ ചിലർക്ക് അഭിനയിക്കാനാവും, ചിലർക്ക് സ്ക്രിപ്റ്റ് എഴുതാനാവും, ചില ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഡിറക്ഷനിലൊക്കെ ആയിരിക്കും താല്പര്യം. ഇതെല്ലാം നമുക്ക് ഈ റോൾ പ്ലേ ഒക്കെ കൊടുക്കുന്നതിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും അവരെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ദെൻ സബ്ജക്ട് സെന്റേർഡ് വേഴ്സസ് കുറച്ചും കൂടെ ഡിഫറൻസസ് ഉണ്ട്. സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം ഫോളോ സെറ്റ് പാറ്റേൺസ്. ഓക്കെ, കുറെ പാറ്റേൺ ഉണ്ട്, അതേപോലെയാണ് അത് പോകുന്നത്. സ്റ്റുഡന്റ് സെന്റേർഡ് കരിക്കുലം ബിൽഡ്സ് ഈച്ച് സ്റ്റുഡൻസ് ഇൻഡിവിജ്വാലിറ്റി. ഓരോ കുട്ടി ഓരോന്ന് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും their ഇൻഡിവിജ്വാലിറ്റി, അവർക്ക് സ്വന്തമായി വ്യക്തിത്വം ഉണ്ടാവുന്നുണ്ട്. സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം ഫോക്കസസ് ഓൺ എഡ്യൂക്കേഷൻ മീൻസ് സ്കൂളിംഗ്. ഓക്കെ, സ്കൂളിൽ പോയാലേ എഡ്യൂക്കേഷൻ നടക്കുള്ളൂ, കാരണം ടീച്ചർ കുറെ വായട്ടലയ്ക്കും, ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ. സ്റ്റുഡന്റ് സെന്റേർഡ് കരിക്കുലത്തിൽ എന്താണ്? എഡ്യൂക്കേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. ഓക്കെ, സ്കൂളിൽ മാത്രമല്ല, ഓരോ അറിവും ചെറുതല്ല, വീട്ടിൽ നിന്ന് കുറെ അറിവുണ്ട്. എല്ലായിടത്തുനിന്നും അവർ പോണ വഴികളിലെല്ലാം അവർക്ക് there are scopes for education ഉള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. ദെൻ പ്രോബ്ലം സെന്റേർഡ് കരിക്കുലം.
അടുത്താണ് പ്രോബ്ലം സെന്റേർഡ് കരിക്കുലം ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് പ്രോബ്ലംസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു റിയൽ ലൈഫ് പ്രോബ്ലം ബേസ്ഡ് കരിക്കുലം ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് ചേഞ്ച് വിത്ത് സോഷ്യൽ നീഡ്സ്. സൊസൈറ്റിയുടെ നീഡിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ടാർഗറ്റുകൾ. കോണ്ടന്റ് ഈസ് അബൌട്ട് ഡെയിലി ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ പല രീതിയിൽ ഇപ്പൊ ഫോറിൻ യൂണിവേഴ്സിറ്റികളൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഈ രീതിയിലുള്ള കരിക്കുലം ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പം മൊറാലിറ്റി ടീച്ച് ചെയ്യാനുള്ള കുറെ സംഭവങ്ങളുണ്ട്, മോറൽ ടീച്ചിങ്, മോറൽ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവിടെയൊക്കെ ഈ രീതിയിലുള്ള സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെയാണ് അവർ പറയുന്നത്. ഫോക്കസസ് ഓൺ പ്രോബ്ലം സോൾവിങ് ആൻഡ് ഗ്രൂപ്പ് വർക്ക്. Okay, group work is also promoted by this problem-centered curriculum. Uses all community resources for learning. അപ്പോൾ കമ്മ്യൂണിറ്റി റിസോഴ്സസ്, കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി ബേസ് ചെയ്തിട്ടാണ് ഈ ടൈപ്പ് ഓഫ് കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റിയൽ ലൈഫ് പ്രോബ്ലംസ് ആണ് അവിടെ കോണ്ടന്റ് ആയിട്ട് വരുന്നത്. ടീച്ചേഴ്സ് ആർ ഫ്രണ്ട്ലി ഗൈഡ്സ്. സ്റ്റുഡൻസ് ആർ വെരി ആക്റ്റീവ് ഇൻ ലേണിംഗ്, കാരണം ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ഇവാലുവേഷൻ ഇൻക്ലൂഡ് സ്റ്റുഡൻസ് ഓൺ എഫേർട്ട്. അല്ലെ, കുട്ടികളുടെ എഫേർട്ടിലാണ് ഇവാലുവേഷൻ, കാരണം അവർ എത്രത്തോളം അത് അക്വയർ ചെയ്തു, പ്രാക്ടിക്കൽ ലെവൽ ഓഫ് നോളജ് ആണ് നോക്കുന്നത്. പ്രൊജക്ട്സ് ആർ യൂസ്ഡ് ഓഫൻ. ഓക്കെ, പ്രൊജക്റ്റുകൾ അതായത് അവർ എത്രത്തോളം അക്വയർ ചെയ്തു. നമ്മൾ ഈ മോറൽ സയൻസ് ടീച്ചിങ് ഒക്കെ ഉള്ളതാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലീഗൽ നോളജോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് കുറെ എക്സ്ട്രാ സിലബസ് വരുന്നുണ്ട് സ്കൂളിലൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഈ പ്രോബ്ലം സെന്റേർഡ് കരിക്കുലത്തിൽ വരുന്നത്. ഗ്രൂപ്പ്സ് ആർ ഫോംഡ് ബേസ്ഡ് ഓൺ നീഡ്സ്. മെറിറ്റ്സ് എന്തൊക്കെയാണ്? ബിൽഡ്സ് കോൺഫിഡൻസ് ആൻഡ് കോപ്പറേഷൻ, ക്രിയേറ്റ്സ് അവയർനെസ് അബൌട്ട് റിയൽ പ്രോബ്ലംസ്, യൂസസ് പാസ്റ്റ് നോളജ് ടു സോൾവ് പ്രോബ്ലംസ്. ഓക്കെ, നമുക്ക് മുമ്പത്തെ അറിവ് വെച്ചിട്ട് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആയിക്കൊള്ളണമെന്നില്ല, അതായത് റിയൽ ലൈഫ് പ്രോബ്ലംസ്. ദെൻ വെരി റെലവെന്റ് ടു സൊസൈറ്റി. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ടുഡേസ് പ്രോബ്ലംസ് മേ നോട്ട് എക്സിസ്റ്റ് ടുമോറോ. അപ്പൊ ഇന്നത്തെ ഇഷ്യൂ പറഞ്ഞു, ഇന്നത്തെ ഏറ്റവും വലിയ ഇഷ്യൂ കുട്ടികളെ സംബന്ധിച്ച് മൊബൈൽ ഫോൺ തന്നെയാണ്, അല്ലെങ്കിൽ ഡ്രഗ് ഒക്കെ പറയാം. നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയാ ഡെവലപ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയാ ഹയർ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞു. പക്ഷെ ചിലപ്പോൾ നാളെ അതായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഇന്നലെ അതായിരുന്നില്ല. അല്ലെ, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഒന്നൊരു പ്രോബ്ലം ആയിരുന്നില്ല, കാരണം ആർക്കും മൊബൈൽ ഫോൺ ഇല്ല. അല്ലെ, അപ്പൊ അതുകൊണ്ട് പ്രോബ്ലംസ് ആർ changing. So societal problems are changing according to the time, and innovations and technological impacts may ignore history and culture. Okay, അപ്പോൾ അവിടെ ചിലപ്പോൾ ഹിസ്റ്ററി അല്ലെങ്കിൽ കൾച്ചറിനെ പറ്റിയിട്ടൊന്നും വല്ലാതെ അവർ പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല. ഹാർഡ് ടു ചൂസ് ദ റൈറ്റ് സബ്ജക്ട്സ്. സം സേ ഇറ്റ്സ് ഓൺലി ഫോർ സോഷ്യൽ സയൻസ്. ഈ സോഷ്യൽ സയൻസിന്റെ ഭാഗമാണ്, അത് മാത്രമേ ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, പ്രോബ്ലം സെന്റേർഡ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ, അതായത് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ്, അല്ലെ, അതുപോലെ തന്നെ എന്താ പറയാ സോഷ്യോളജി. ഓക്കെ, അപ്പൊ അവർക്കൊക്കെ മാത്രമേ ഇത് പറ്റൂ എന്നുള്ളത് പല ആളുകളും പറയുന്നുണ്ട്. നീഡ്സ് ഹൈലി സ്കിൽഡ് ടീച്ചേഴ്സ്. ഓക്കെ, ഇങ്ങനെ ഓറിയന്റേഷൻ കൊടുക്കാനും അതുപോലെ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാനും കുട്ടികളെ സൊസൈറ്റിയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെന്ന് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ ഹൈലി സ്കിൽഡ് ടീച്ചേഴ്സ് ആർ നീഡഡ്. ദെൻ കരിക്കുലം അലൈൻമെന്റ്. അതിന്റെ എന്താണ് കരിക്കുലം അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നത്, സ്ട്രക്ചർ ചെയ്യുന്നത്, അതിന്റെ ഡെഫിനിഷൻ ആണ്. മേക്കിംഗ് ഷുവർ ഓൾ പാർട്സ് ഓഫ് എഡ്യൂക്കേഷൻ വർക്ക് ടുഗെദർ. എല്ലാ ആ എഡ്യൂക്കേഷന്റെ അല്ലെ, ആ ലേണിംഗിന്റെ എല്ലാ പാർട്ടും അതിലുണ്ടായിരിക്കണം. Align standards, teaching and tests. It should be standardized. സ്റ്റാൻഡേർഡ് ഉണ്ടാവണം കരിക്കുലത്തിന്. ടീച്ചിങ്ങും ടെസ്റ്റും എക്സാമുകളും എല്ലാം അതിൽ ഉൾപ്പെടണം. എല്ലാം കൂടെ കൂടിയതാണ് കേട്ടോ കരിക്കുലം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ട് ഈസ് കരിക്കുലം. ഹെൽപ്സ് ഇംപ്രൂവ് സ്റ്റുഡന്റ് പെർഫോമൻസ്. സ്റ്റുഡന്റ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തുണ്ട്, നമ്മുടെ കരിക്കുലം അലൈൻമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റുഡൻസിന്റെ ആ ഒരു പെർഫോമൻസിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ അലൈൻ ചെയ്തൊരു കരിക്കുലത്തിനെ പറ്റും. യൂസ്ഡ് അറ്റ് സ്കൂൾ, ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് ലെവൽസ്. ഓക്കെ, അതായത് സ്കൂൾ ലെവൽ നമുക്ക് കരിക്കുലം അലൈൻ ചെയ്യാം, ഡിസ്ട്രിക്ട് ലെവൽ അലൈൻ ചെയ്യാം, സ്റ്റേറ്റ് ലെവൽ മൊത്തം സ്റ്റേറ്റിന് വേണ്ടിയിട്ടും അലൈൻ ചെയ്യാം. സ്കൂൾസ് മസ്റ്റ് ഷോ ഹൗ ദേ മീറ്റ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ സ്കൂളുകൾ വിലയിരുത്തണം, അതായത് ഈ കരിക്കുലം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു കരിക്കുലം എ ഗുഡ് കരിക്കുലം ഷുഡ് ബി ഫ്ലെക്സിബിൾ, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ദെൻ ഫോംസ് ഓഫ് കരിക്കുലം അലൈൻമെന്റ്.
Vertical alignment. Learning builds year after vertical. Okay. അപ്പോൾ ഇയർ ആഫ്റ്റർ ഇയർ അങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ്. ഹൊറിസോണ്ടൽ പറഞ്ഞത് സെയിം കണ്ടന്റ് ഇൻ ഓൾ ക്ലാസ്സസ്, പക്ഷെ പഠിപ്പിക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ടായിരിക്കും. ഹെൽപ്സ് മീറ്റ് സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് സ്റ്റാൻഡേർഡ്സ്. അതായത് സ്റ്റേറ്റിന്റെയും ഡിസ്ട്രിക്റ്റിന്റെയും അവർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കണം അലൈൻ ചെയ്യുന്നത്. റെഡ്യൂസസ് ലേണിംഗ് ഗ്യാപ്സ് ബിറ്റ്വീൻ സ്റ്റുഡൻസ്. അതായത് ഓരോ കുട്ടിക്കും വേണ്ടിയിട്ട്, അതായത് കുട്ടികളെ നന്നായിട്ട് അറിഞ്ഞിട്ടാണ് ഈ കരിക്കുലം ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആ ഒരു പഠനത്തിനോടുള്ള ഒരു വിമുഖത ഇല്ലാതെയാവുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടായിരിക്കണം നല്ല രീതിയിലുള്ള കരിക്കുലം. മേക്സ് എഡ്യൂക്കേഷൻ ഫെയർ ഫോർ ഓൾ. എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം എന്നുള്ള രീതിയിലാണ്. ഇനി ഈ ചാപ്റ്ററിന്റെ കൺക്ലൂഷനാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. കരിക്കുലം മീൻസ് ദ ഹോൾ ലേണിംഗ് എക്സ്പീരിയൻസ്. കരിക്കുലം പറഞ്ഞു വെച്ചാൽ ഹോൾ ലേണിംഗ് എക്സ്പീരിയൻസിനെയാണ് നമ്മൾ കരിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ. ടൈപ്സ് ഏതൊക്കെയാണ്? സബ്ജക്ട് സെന്റേർഡ്, ലേണർ സെന്റേർഡ് ആൻഡ് പ്രോബ്ലം സെന്റേർഡ്. ഈച്ച് ടൈപ്സ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. ഓക്കെ. ദെൻ അലൈൻമെന്റ് കണക്ട്സ് ടീച്ചിങ് കോണ്ടന്റ് ആൻഡ് ഗോൾസ്. എന്തൊക്കെ ഗോൾ എന്ന് പറഞ്ഞു വെച്ചാൽ കരിക്കുലത്തിന്റെ മേക്ക് ലേണിംഗ് ഇഫക്റ്റീവ് ആൻഡ് മീനിങ് ഫുൾ. ദിസ് ഈസ് ദ ഗോൾ ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ദ കരിക്കുലം. ഓക്കെ. So thank you, dears. So this is the end of this unit. Okay. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നോട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതിയെടുക്കുക, പോയിന്റ്സ് ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ടെക്സ്റ്റ് വായിക്കാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അപ്പൊ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ. Okay, thank you once again. Thank you.